ഒഡീഷയിൽ കത്തോലിക്ക വൈദികർ ക്രൂര പീഡനത്തിനിരയായ സംഭവത്തിൽ ശക്തമായ നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ പുറത്തുവിട്ട പ്രസ് റിലീസ് ഒന്ന് നോക്കാം. 90-കാരനായ ഒരു വൃദ്ധ പുരോഹിതൻ ഉൾപ്പെടെ 2 മലയാളി വൈദികർ ഒഡീഷ സംസ്ഥാനത്തെ സംബൽപൂർ ജില്ലയിലെ ചാർവട്ടിയിലുള്ള ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് ക്രൂര പീഡനത്തിനിരയായ സംഭവം മനുഷ്യ മനസാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതാണ്. കിരാതമായ ആക്രമണത്തിന് അന്തേവാസികളായ വിദ്യാർത്ഥികൾ അവധിയിലായിരുന്ന ദിവസം തെരഞ്ഞെടുത്ത കുറ്റവാളികൾ വൈദികരെ പീഡിപ്പിച്ചും ഭയപ്പെടുത്തിയും നാടുകടത്താനുള്ള മത തീവ്രവാദ അജണ്ടയാണ് നടത്തിയതെന്നത് വ്യക്തമാണ്. കഴിഞ്ഞ 23-ന് പുലർച്ചെ 2 മണി സമയത്ത് വൈദിക ഭവനത്തിൽ അതിക്രമിച്ചു കയറിയ ആക്രമികൾ വൈദികരെ മണിക്കൂറുകളോളം കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയും കവർച്ച നടത്തുകയുമാണ് ഉണ്ടായത്. അവിടെ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ വീണ്ടും വരുമെന്ന ഭീഷണിയും പോകും മുമ്പേ അവർ നടത്തുകയുണ്ടായി. കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടും നിഷ്പക്ഷമായ നിയമ നടപടികൾക്ക് മുതിരാതെ ക്രൈസ്തവ വിരുദ്ധ നീക്കങ്ങൾക്ക് ഒത്താശ ചെയ്യുന്ന സമീപനം സർക്കാർ സംവിധാനങ്ങൾ സ്വീകരിക്കുന്നത് ഭരണഘടനാ അവകാശങ്ങളുടെയും മനുഷ്യാവകാശങ്ങളുടെയും നഗ്നമായ ലംഘനമാണ്. വിവിധ കത്തോലിക്ക സന്യാസ സമൂഹങ്ങളും വൈദികരും സന്യസ്തരും മറ്റു മിഷണറിമാരും ഒഡീഷയുടെ വിവിധ ഭാഗങ്ങളിലെ ഉൾപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജാതിമത ഭേദമില്ലാതെ പതിറ്റാണ്ടുകളായി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ സമാനതകളില്ലാതെ സേവനം കാഴ്ചവെച്ചു വരികയാണ്. ഏറിയ പങ്കും പാവപ്പെട്ടവരായ 12 ലക്ഷത്തിൽ പരം ക്രൈസ്തവരും ഒഡീഷയിലുണ്ട്. സംസ്ഥാനത്തിന്റെയും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ക്രൈസ്തവർക്കെതിരെയുള്ള ശത്രുതാപരമായ ഇത്തരം നീക്കങ്ങൾ ആവർത്തിക്കുന്നത് ഗൗരവമേറിയ വിഷയമാണ്. വർഗീയമായ അതിക്രമങ്ങളും ക്രൈസ്തവ പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടലുകൾ ഉടനടി ഉണ്ടാകണം. വൈദികരെ ക്രൂര പീഡനങ്ങൾക്ക് ഇരയാക്കിയ ആക്രമികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിനോടൊപ്പം ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഒഡീഷ സർക്കാർ കൈക്കൊള്ളുകയും വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സർക്കുലർ തീരുന്നത്.